കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം 4-ാം വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. വചനം കേൾപ്പീൻ. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് ഈ കാലത്തിൽ. കാരണം മനുഷ്യൻ്റെ കണ്ണിന് കണ്ടിട്ട് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നില്ല എന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു 30 വർഷം മുമ്പ് ഒരു ചാനൽ മാത്രമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് 100-200 ചാനലുണ്ടായിട്ടും മനുഷ്യർക്ക് തൃപ്തി വരുന്നില്ല. ഇതിനിടയിൽ എപ്പോഴാണ് ദൈവവചനം കേൾക്കുക? കർണത്തിന് ഇമ്പമായത് കേൾക്കാൻ ജഡശരീരം വാശി പിടിക്കുമ്പോൾ ഇടുക്കുവാതിലൂടെ കടപ്പാൻ, ജീവനിലെത്താൻ ഇത്തിരി വിഷമമാണ്. ഒരിക്കൽ എൻ്റെ സ്നേഹിതൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ആക്സിഡൻറ്റ് പറ്റി ആശുപത്രി കിടക്കയിലാണെന്ന് കേട്ടിട്ട് കാണാൻ പോയി. വിദേശ രാജ്യമാണ്. അവിടെ ചെല്ലുമ്പോൾ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് തല താഴ്ന്നിരിക്കുന്നു. ഇവിടുത്തെ കട്ടിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഷേപ്പിൽ കിടക്കുന്ന മനുഷ്യൻ ആ കിടപ്പിൽ അയാൾക്ക് കാണാൻ പാകത്തിന് TV വെച്ചിട്ട് ഫുട്ബോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ആശുപത്രി കിടക്കയിൽ വന്നാലെങ്കിലും അവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുമായിരുന്നു. അങ്ങനെയെങ്കിലും നീ എൻ്റെ ദൈവവചനം ഒന്ന് കേൾക്ക്, ബൈബിളൊന്ന് വായിക്കുക. ഇന്നാൾ നമ്മളൊക്കെ കുറേ കേട്ടതാണ്. ഒരു മനുഷ്യൻ ആക്സിഡൻറ്റ് പറ്റി ആ കിടന്ന കിടപ്പിൽ അയാൾ ബൈബിള് മുഴുവനും എഴുതി, കൈകൊണ്ട് ഒരു പുസ്തകത്തിൽ എഴുതി. ചില ആൾക്കാർ കഷ്ടതകൾ, ജീവിതത്തിലെ ശൂന്യതകൾ, നിരാശകൾ, ഉണങ്ങിയ അവസ്ഥകൾ വചനം കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അതിനെ പ്രയോജനപ്പെടുത്തുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇത് ഉണങ്ങാൻ കാര്യം എന്താണ്? മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ ഒരുത്തം വന്നു. നമ്മൾ വിചാരിക്കുന്ന സാത്താൻ ഇങ്ങനെ വന്നു പിടിച്ചു, ഒന്നുമല്ല. കേൾവി. ആ കേൾവിയിലൂടെ, കാഴ്ചയിലൂടെ നമ്മുടെ അകത്ത് വരുന്ന ചിന്തകൾ, അത് നമ്മളെ അതിലേക്ക് വശീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന പിശാചിനെയോ അവൻ്റെ പ്ലാനിനെയോ നമ്മൾ അറിയുന്നില്ല. ജോസഫിനെ നോക്കിയാൽ മതി. ജോസഫ് കാണുന്നതിനനുസരിച്ച്, കേൾക്കുന്നതിനനുസരിച്ച്, ബുദ്ധിക്കനുസരിച്ച് ആ മനുഷ്യൻ മാറിപ്പോയിരുന്നെങ്കിൽ 30-ാമത്തെ വയസ്സിൽ അവൻ പ്രധാനമന്ത്രിയാകുമായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ കുറേ ഡിലേ ആയെന്ന് തന്നെ വിചാരിച്ചോ. സ്വർഗത്തിലെ ദൈവം പറയുന്നു, മടങ്ങി വരിക. മുടിയൻ പുത്രന് സുബോധമുണ്ടായെന്ന് പറഞ്ഞാൽ അവൻ എന്തോ കേട്ടകത്ത്. അവന് സുബോധമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. അതിൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ ജോലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. അവർ കേൾവി കേട്ടു. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. കേട്ടാൽ സ്ഥിതി മാറും. വചനം കേട്ടാൽ സ്ഥിതി മാറും. വചനം കേൾക്കണം. ഇപ്പോൾ കേൾക്കണം. മീഡിയയിലൂടെ കേൾക്കാൻ ചാൻസ് ഉള്ളപ്പോൾ കേൾക്കണം, യൂട്യൂബിലൂടെ കേൾക്കണം, സഭായോഗത്തിന് പോയി കേൾക്കണം. ഇതല്ലാതൊരു കേൾവിയില്ലേ? നടക്കുമ്പോൾ കേൾക്കണം, യാത്ര ചെയ്യുമ്പോൾ കേൾക്കണം, ജോലി ചെയ്യുമ്പോൾ കേൾക്കണം, ഉറങ്ങുമ്പോഴും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന നിലയിൽ കേൾക്കണം. അസ്ഥികൾ വീണ്ടും ജീവിക്കും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഒരു വീരൻ്റെ ലക്ഷണം. നഷ്ടപ്പെട്ടു പോയത്, കൈവിട്ടു പോയത്, അത് കാലമായിക്കോട്ടെ, വയസ്സായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, അതെല്ലാം ഉണങ്ങിയ അസ്ഥികളാണ്. വചനം കേൾപ്പീൻ. തിരികെ പിടിക്കാം. നമ്മുടെ ബുദ്ധി അതിന് സമ്മതിക്കില്ല, പക്ഷെ സത്യം അതാണ്. തിരികെ പിടിക്കാം. പറഞ്ഞത് ദൈവപുത്രനാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ. ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരാൾ, അനന്യനായവൻ. അവൻ പറയുന്നു, വചനം കേൾപ്പീൻ. അത് നിങ്ങൾക്ക് നല്ലതിനാണ്. നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴയ്ക്കും. നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കമുണ്ടാകും. നിങ്ങളുടെ മാംസവും ഞരമ്പുകൾക്കും ദൈവജീവൻ വ്യാപരിക്കും. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ബാധകൾ ഒഴിഞ്ഞു പോകും. പുതിയ അനുഭവത്തിലേക്ക് വരും വചനത്താൽ. അതിനെ ഉയർത്തുക. അത് നിന്നെ ഉയർത്തും. നിന്നെ അലങ്കാര മാല അണിയിക്കും. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കൃപ നൽകട്ടെ. വചനം കേൾക്കുവാൻ, സ്വരം കേൾക്കുവാൻ,
എലിയാവ് കേട്ടതുപോലെ ആ മൃദുസ്വരം കേൾക്കുവാൻ ഭാഗ്യമുണ്ടാവട്ടെ. ആമേൻ.